ഗൈസ്, വെൽക്കം ബാക്ക് ടു സം വ്ലോഗ്. അപ്പം നമുക്ക് എടക്കേക്കടവത്തിൻ്റെ കുടുംബസംഗമമായിരുന്നു. എടക്കേക്കടവത്ത് ഇമ്മൻ്റെ തറവാട്ട് പേരാണ്. അപ്പോൾ ഞങ്ങൾ പോയത് ഇമ്മൻ്റെ കസിൻസുകളെ കൂടെ ആയിരുന്നു. അപ്പോൾ പരിപാടി ഇവിടെ നടക്കണമെന്ന് വെച്ചാൽ ഫറൂഖ് കല്ലമ്പാറ ആംബിയൻസ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളായിരുന്നു ഫസ്റ്റ് എത്തിയത്. പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. കുഞ്ഞി ഷൈമദാത്തിയും അമ്മായും എല്ലാവരും വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ രജിസ്റ്ററൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ച് ഞങ്ങൾ മേലത്തെ ഹാൾക്ക് പോകാൻ ലിഫ്റ്റ് കയറി. അപ്പം പിന്നെ ഹാളിലെത്തി. അപ്പം ഇമ്മയും വാപ്പച്ചിയും എല്ലാവരും നല്ല ത്രില്ലിലായിരുന്നു. അതായത് ഫാമിലീസിനൊക്കെ കാണാൻ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് 9:30 ആയപ്പം ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉദ്ഘാടനം ചെയ്തത് ജമലുൽ ലൈലി മുഹമ്മദ് കോയ തങ്ങൾ നമ്മളെ കോഴിക്കോട് കാളിയായിരുന്നു നമുക്ക് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഡോക്ടർ ജൗഹർ മുനവ്വർ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ്. നല്ല ക്ലാസ്സാണ്. ഇപ്പോൾ പാരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും കേൾക്കാൻ നല്ല രസമുള്ള ഒരു ക്ലാസ്സാണ്. എൻ്റെ ക്ലിനിക്കിലെത്തിയിരിക്കുന്നു. ഞാൻ അവരെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ കണ്ണൂരിൽ നിന്നാണോ? അവർ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് സ്നാക്സ് ആയിട്ട് പൊരിച്ചത്തിനും ചായ ആയിരുന്നു തന്നത്. അതൊക്കെ കഴിച്ച് ഇങ്ങനെ പരിപാടിയൊക്കെ കണ്ടിരിക്കുമായിരുന്നു. ചായക്ക് കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റേജിൽ മുതിർന്ന ആൾക്കാരൊക്കെ ആദരിക്കുന്ന ചടങ്ങുകളൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ ഫാമിലിനും സ്റ്റേജിൽ വിളിച്ച് പരിചയപ്പെടുത്തലായിരുന്നു. പിന്നെ ഞങ്ങളെ ഫാമിലിയിലൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അപ്പം APJ അബ്ദുൽ കലാം സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. അപ്പോൾ സാറിപ്പോൾ ഇവിടെ ഇല്ല, USA-ലാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡിന് നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ പൊരിച്ചതായിരുന്നു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സ്റ്റേജിൽ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഗെയിംസ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. കൊണ്ട് ഏറ്റവും നന്നായിട്ട് നല്ല രീതിയിൽ സാരി കൊടുത്തത് ആരാണെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ അവർക്കാണ്. ഔട്ടാട്ടോ കസാല മേശ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ ടൈമായി. അപ്പം ഞങ്ങൾ പോയി. നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ചപ്പാത്തിയും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലുള്ളൊരു കടയിൽ പോയി. എന്നിട്ട് അവിടുന്ന് സോഡ സർബത്ത് എല്ലാവരും കുടിച്ച് അതും അടിപൊളിയായിരുന്നു. കുടിച്ച് ഞങ്ങൾ വീണ്ടും ഓഡിറ്റോറിയത്തേക്ക് പോയി. രാത്രിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഓഡിറ്റോറിയം. ഇനിയും പ്രോഗ്രാം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കാണാൻ പിന്നെയും പോയി. ഞങ്ങൾ നോക്കുന്നുണ്ട്. ഏറ്റവും നല്ല നൃത്ത ചുവടുകൾ വെക്കുന്ന ഈ കുടുംബത്തിലെ ഒരംഗത്തിന് സംഘാടന സമിതിയുടെ പ്രത്യേക സമ്മാനം. പ്രത്യേകിച്ച് പറയേണ്ടത് നല്ല ആങ്കറിങ് ആയിരുന്നു. ഈ പരിപാടിയും ഇതിൻ്റെ പിന്നിലൊക്കെ സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി. അപ്പം നമ്മളെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.